ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം നമ്മളെ നോമ്പിൻ്റെ പണിയൊക്കെ ഒരുവിധമൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഞങ്ങളത് ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ വകയൊന്നുമില്ല. അപ്പം നമുക്ക് സാമ്പാറും മീൻ പൊരിച്ചതുമൊക്കെ ആദ്യം കാണിച്ചത്. ചോറൊക്കെ വെന്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് മോറാല്ല 2-3 ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയില്ല ഇതിക്ക് ഉപ്പേരികളൊന്നും ഉണ്ടായില്ല, തോരനായിട്ടൊന്നും. അപ്പം അതൊക്കെ പിന്നീട്ടുണ്ടാക്കി. ഇതൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഇട്ടേക്കണ പാത്രമായിരുന്നു. അപ്പം അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ കഴുകി വെച്ചിട്ട് അതാണ് ഉണക്കാൻ വെച്ചിട്ട് തുണി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് തരാൻ മറക്കണ്ട. എല്ലാവരും ലൈക്ക് തരാൻ മറക്കുകയാണ്. കണ്ടാൽ അപ്പം ലൈക്ക് തന്നോളൂ. കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് തന്നാൽ മതി, എന്നാൽ പിന്നെ മറക്കൂലല്ലോ കേട്ടോ. അപ്പം അങ്ങനെ ഇതൊന്ന് കൊണ്ടുപോയാണ്ട് വെയിലത്ത് വെക്കാനൊന്നും പറ്റൂല, ഭയങ്കര പൊടിയാട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ അവിടെ ഞാൻ ആ തിണ്ടൊക്കെ ഒന്ന് തുടച്ചിക്കാണ്. തുടച്ചിങ്ങാണ്ട് അവിടെയും കുറേ സമയമൊന്നും വെക്കാൻ പറ്റൂല. തുടച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം വെച്ചിങ്ങാണ്ട് ഒന്നും ഉണങ്ങിയാൽ പിന്നെ കൊണ്ടുവരേണ്ടി വരും, കാരണം പൊടിയാണ്, വീണ്ടും പൊടിയാവും. ഇവിടെ കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചിക്കാട്ടോ. അങ്ങനെ അവിടെ കൊടുന്ന് വെക്കട്ടെ. പിന്നെ തുണി കുറച്ച് കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴുകി ഇട്ടിട്ട് അപ്പോഴത്തേന് ഇത് ഉണങ്ങും. കാരണം ഇവിടെയൊക്കെ ഭയങ്കര വെയിൽ തട്ടുന്ന സ്ഥലമായതുകൊണ്ടേ നല്ലോണം വെയിൽ തട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെ നമ്മളെ തുണിയൊക്കെ കഴുകൽ കഴിഞ്ഞു. 2 ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാനിത് വിരിച്ചിക്കണത്. കാരണം ഒരു ഭാഗത്ത് മാത്രം വിരിച്ചാൽ മാത്രം നമുക്ക് അശയൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാനിത് പെറുക്കി കൊണ്ടുപോയിട്ടോ. ഞാൻ തീക്കില്ലതൊക്കെ തീ തന്നെ ഇട്ടക്കട്ടെ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അത് പിന്നെ ആകെ ഇതാവും. അപ്പം ഇതിനിപ്പോൾ ഉണങ്ങിക്കണമെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് തുടക്കണതാക്കാരം നല്ലത്. കാരണം തുടച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ഈർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നല്ലൊരു ഉണങ്ങിയ തുണി എടുത്ത് ഒന്നും കൂടി തുടച്ചിക്കുക കേട്ടോ. തുടച്ചങ്ങാണ്ട് പിന്നെ അതയക്കാണ്ട് ഇട്ടിക്കാണ്. അപ്പോൾ പുളി, ചെറിയ ജീരകം അങ്ങനത്തെ ഒക്കെ ഇട്ടേക്കണ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഉലുവ അതൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൊക്കെ സാധനങ്ങൾ ഇരിക്കണുണ്ടായതുകൊണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളിങ്ങനെ പാത്രങ്ങൾ ഒഴിച്ചുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഇതും ഒഴിച്ചണീനൊക്കെ പാത്രങ്ങളും വേണം, അല്ലെങ്കിൽ പേപ്പറിൽ. പിന്നെ അതൊക്കെ ഓരോന്ന് കാക്കലാണ് ഭയങ്കര ഒരു പണി. അപ്പം ഞാൻ ഇതിൻ്റെ മുമ്പ് തന്നെ കുറേ ഒഴിഞ്ഞത് ഇങ്ങനെ ഒഴിഞ്ഞ് വരുമ്പോൾ അതിക്ക് രണ്ടാമത് ഇടുമ്പോഴത്തിന് ആ പാത്രം കഴുകി വെച്ച് അങ്ങനെ ഒരുവിധം അങ്ങനെ കഴുകി വെച്ചിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഈ കൊണ്ടുവന്ന് വെക്കണ കുപ്പികൾ ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഒഴിച്ചു. പിന്നെ പൊടികളൊക്കെ പൊടിപ്പിച്ച് അത് ഒക്കെ കുപ്പി കൂടെയൊക്കെ ആക്കി വെച്ചു. അതിനൊക്കെ ഉള്ളത് ഞാൻ ആദ്യം തന്നെ കഴുകി റെഡിയാക്കി വെച്ചിരുന്നു. അതിലൊന്നും ഒരു തുള്ളി വെള്ളമില്ലാതെ നല്ലോണം ഉണക്കി വെച്ചിരുന്നു കേട്ടോ. കൂടുതലൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ വെക്കണ പാത്രങ്ങൾ നമ്മൾ നല്ലോണം ഉണക്കി അത് നല്ല തുണി കൊണ്ടൊക്കെ തുടച്ച് എടുത്തില്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോഴത്തേന് പിന്നെ അതൊക്കെ പൂത്ത് പോയി. കാലത്ത് പൂക്കൂലായിരിക്കും, എന്നാലും നമ്മളിപ്പോൾ നല്ലോണം ഒന്ന് തുടച്ച് വെക്കണതാണ് നല്ലത്. അങ്ങനെ അതൊക്കെ തുടച്ച് ഇതാക്കി വെച്ചിരുന്നു. പിന്നെ പഞ്ചസാര, നമ്മൾ സ്ഥിരം എടുക്കണ പഞ്ചസാര, തേയില, പിന്നെ മുളക്, മഞ്ഞൾ, മല്ലി, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഓരോന്ന് ഒഴിയുമ്പോൾ അതിങ്ങനെ കേക്കി അങ്ങനെ എടുത്തിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ അങ്ങനെ കഴിഞ്ഞു.
നമ്മളിത് കുപ്പിയിലാക്കിയിട്ട് വേണം നമുക്ക് തോരനുള്ളത്. ക്യാബേജ് ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം, അതും ഒന്ന് ഉണ്ടാക്കണം. അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി വെച്ചിട്ട് വേണം. ഉച്ചക്കത്തൊക്കെ അങ്ങനെയാണ് തീരും, അതൊക്കെ മതി. പിന്നെ വൈകിട്ട് വേറെ വെക്കലൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഒന്നിച്ച് വെക്കലാണ്. അത് വെക്കലിന്മേ തന്നെ തീർക്കും മൊത്തം. പിന്നെ വൈകിട്ട് 4 മണിയാകുമ്പോൾ ചായ മാത്രമേ ഇടുള്ളൂ, അല്ലാതെ ചോറിൻ്റെ പരിപാടികളൊന്നും പിന്നല്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? നല്ല വെയിലും ചൂടും ഒക്കെയാണ് അല്ലേ? വെള്ളമില്ലാത്തവരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരൊക്കെയോ വീഡിയോ കൂടെ കണ്ടു ഞാൻ. വെള്ളമില്ലാതെ വെള്ളം പൈപ്പിൽ പോയി അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു കൊടുന്ന് ഭയങ്കര ബുദ്ധിമുട്ടാലേ. അപ്പം അങ്ങനെ നമ്മളെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിരിക്കണം. ചോറ് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായില്ല, അത് ഇച്ചിരി കൂടി വേകാണ്ടായിരുന്നു. അപ്പം അതും കൂടി വെന്തു. ഈ ക്യാബേജും കൂടി വെക്കട്ടെ. കറി അതിൻ്റെ മുമ്പായിരുന്നു, അത് വേഗം കുക്കറിലിട്ടാൽ പെട്ടെന്നുണ്ടല്ലോ. അപ്പം അതും മീനും മസാല കൂട്ടി വെച്ചിരുന്നു. അപ്പം അത് രണ്ടും കൂടി ഒപ്പണ് വെച്ചു കേട്ടോ. നമ്മളെ രാവിലത്തെ ചായൻ്റെ പരിപാടി കഴിഞ്ഞേക്കിന് തന്നെ അതുകൊണ്ട് വെച്ചു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്യാബേജ് വെക്കാനും കൂടി ഉള്ളൂ. പിന്നെ ഞാൻ നെയ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതൊന്നും കൂടുതൽ ആരും കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് നോമ്പ് ഇനി കുറച്ചും കൂടി കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി കൊണ്ടുവരണം. എന്നിട്ട് അതിങ്ങനെ കൊടുത്ത് ഓരോന്ന് അടിച്ച് ഇവിടുന്ന് തന്നെ കൊടുത്താൽ അളവ് കൊണ്ടുവന്നാൽ അതിനനുസരിച്ച് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ വീണ്ടും അതിനൊരു അടിക്കൂലിയായിട്ട് വാങ്ങണമൊന്നുമില്ല, ആ ഇതിലാണ്ട് ഒതുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം അടുത്തു കൂടെയൊക്കെ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് പിന്നെ ബിറ്റ് വേണമെന്നുള്ളവർക്ക് ബിറ്റ് കൊടുക്കും, അല്ലാതെ തയ്ച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാത്തിനും ഇപ്പം അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങുമ്പോഴും ഉണ്ട്, പിന്നെ അത് തയ്ച്ചൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതിനൊക്കെ ഉണ്ട് അത്യാവശ്യം റേറ്റ്. പിന്നെ നമ്മളവിടുന്ന് വാങ്ങുമ്പോൾ ചിലർക്കൊക്കെ ഒരിതുണ്ടാവും ആവുമെന്നൊക്കെ. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളെടുത്ത് കൊണ്ടുവന്ന് തയ്ക്കുമ്പോൾ വീണ്ടും അതിന് പൈസ അങ്ങനെ കൊടുക്കണില്ലല്ലോ, അങ്ങനെ വാങ്ങണില്ലേ നമ്മൾ. ആ തുണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തയ്ച്ചിട്ട് ആ പൈസ ഞാൻ ആ പറയുന്ന പൈസക്ക് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ അളവിനനുസരിച്ചല്ലേ നമ്മൾ തയ്ക്കുന്നത്, പിന്നെ ഒന്നും തയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ചെറിയ വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.